ആ വഴി മറന്നുപോയല്ലോ. എന്ത് ചെയ്യും? ഈ ചേട്ടനും ചോദിക്കാം. ചേട്ടാ ഒരു മിനിറ്റ്, ഈ മാവഞ്ചോട്ടിലെ വഴി അറിയാമെങ്കിൽ ചേട്ടനൊന്ന് പറയാമോ? പുതിയ ആളാണല്ലേ? ഞാനും പുതിയ ആളാണ്. ഞാൻ ഈ വഴി നോക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്ന വഴി ആയതുകൊണ്ട് തന്നോടിപ്പോൾ പറയാം. അതായത് നേരെ പോകുമ്പോൾ ഒരു പുന്നമരം, അതിന്റെ ലെഫ്റ്റിൽ പോകുമ്പോൾ KCBയുടെ ഒരു കറണ്ട് ബോക്സ്, അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു അമ്പലം, അവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോൾ ഒരു കല്ല് ഷാപ്പ്, അവിടെയാണ് താൻ ഈ പറഞ്ഞ മാവിൻചോട്. മനസ്സിലായ? മനസ്സിലായി. ഓക്കെ താങ്ക് യു. ചേട്ടാ ചേട്ടാ അത് ഈ പുന്നമരമാണോ അതോ കറണ്ട് ബോക്സാണോ? ഒരു ഡൗട്ട്. ഇടൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. കാരണം ഞാൻ തന്നെ ഒരു വഴി തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. താൻ ഇങ്ങനെ ചോദിച്ചാൽ എൻ്റെ വഴി ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫസ്റ്റ് താൻ കേക്ക്. ശരി. അതായത് നേരെ പോകുമ്പോൾ ഒരു പുന്നമരം, അതിന്റെ ലെഫ്റ്റ് തിരിയുമ്പോൾ KCBയുടെ ഒരു കറണ്ട് ബോക്സ്, അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു അമ്പലം, അവിടുന്ന് നേരെ കുറച്ച് മുമ്പോട്ട് പോയി ലെഫ്റ്റ് എടുക്കുമ്പോൾ ഒരു കല്ല് ഷാപ്പ്, അവിടെയാണ് താൻ ഈ പറഞ്ഞ സ്ഥലം. ചേട്ടാ വളരെ ഉപകാരം ചേട്ടാ. ഇത് ഞാൻ മരിച്ചാലും മറക്കില്ല. ഓക്കെ താങ്ക് യു. ഓക്കെ ചേട്ടോ. ചേട്ടാ ഈ അമ്പലമാണോ അതാ പുന്നമരമാണോ ആദ്യം വരുന്നത്? അയ്യോ ചേട്ടന്റെ വഴിയല്ല ചേട്ടനെ പറ്റുന്നത്. അയ്യോ തിന്നടാ, തിന്ന്. എന്റെ വഴി ഞാൻ തിന്ന്. നിനക്ക് വഴി പറഞ്ഞു തന്നിട്ട് ഞാൻ പോണുള്ളൂ. എടാ മോനെ, ഞാൻ പറയണ നീ കേക്കണം. അതായത് ശ്രദ്ധിച്ച് കേട്ടോളണം. ആദ്യം പുന്നമരം, അതിനുശേഷം കറണ്ട് ബോക്സ്, അതിനുശേഷം അമ്പലം, അതിനുശേഷം കല്ല് ഷാപ്പ്, അവിടെയാണ് മാവുംചോട്. ഇപ്പൊ ഞാൻ പറയാം, അതെങ്ങ് തിരിച്ചു പറയണം. ആദ്യമേ എന്ത് വരും? പുന്നമരം. അതിനുശേഷം കായലുണ്ട്, എക്സിലില്ല. കറണ്ട് ബോക്സ്. അതെ. പിന്നെയാണ് അമ്പലം വന്നത്. അതിനുശേഷമാണ് കല്ല് ഷോപ്പ്, അവിടെയാണ് മാവുംചോട്. മനസ്സിലായ? മനസ്സിലായി. ഇത്ര എക്സാക്റ്റ് ആയിട്ട് ഗൂഗിൾ മാപ്പ് പോലും പറഞ്ഞു തരത്തില്ല. ശരിയാണ്. ഓക്കെ വട്ടെ. ഓക്കെ. ബൈ ദ വേ, ചേട്ടൻ എങ്ങോട്ടായി പോണ? ഞാനാ കല്ല് ഷാപ്പിലേക്ക് കല്ലടിക്കാനാ. എന്റെ അമ്മച്ചിയെ എന്നെ കൊല്ലാമന്നെ. നിന്നെ ഇപ്പൊ ഞാൻ കൊല്ലു. ഈ മൈത്താൻ വഴി പറഞ്ഞു കൊടുത്ത് ഞാൻ എന്റെ വഴി മറന്നുപോയല്ല. എന്റെ ദൈവമേ, ഇനി ഞാൻ എങ്ങനെ എന്റെ വീട്ടിലോട്ട് തിരിച്ചു പോകും? പെരുവഴി ആയല്ല. ഇനി എന്റെ വഴി അറിയണമെങ്കിൽ നാളെ രാവിലെ നേരം വിളക്കേണ്ടി വരും. എന്റെ ദൈവമേ.